എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് അവർ സ്നേഹിക്കുന്ന അവരുടെ സ്നേഹിതരും ബന്ധുമിത്രാദികളും, എന്തിനു പറയുന്നു, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും എല്ലാവരും നമ്മുടെ കൂടെ നമ്മുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളത്. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കാറില്ല. ഈ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ പലരും നമ്മെ പിരിഞ്ഞു പോകും, പലരിൽ നിന്നും നമ്മൾ അകന്ന് ദൂരെ പോകേണ്ടി വരും. എന്നാൽ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനകത്ത് നിരാശയും ഭാരവും കടന്നു വരികയാണെങ്കിൽ ഓർക്കേണ്ടെന്നൊരു വചനമുണ്ട്. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. അവിടെ സർവശക്തനായ ദൈവം മോശയോട് പറയാണ്, മോശേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇത് മോശയോട് മാത്രമായി ദൈവം പറഞ്ഞ ഒരാലോചനയല്ല. ഇന്ന് ദൈവം നമ്മോട് പറയുന്ന ആലോചനയും അത് തന്നെയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏത് കഠിനമാറിയ അനുഭവത്തിൻ്റെ നടുവിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ എത്ര ധൈര്യമുള്ളവരാണല്ലേ. ഇരുട്ട് നിറഞ്ഞൊരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കയ്യിലൊരു വിളക്കുള്ളതിനേക്കാൾ നല്ലത് കൂടെ ഒരു സ്നേഹിതനുള്ളതാണ്. കാരണം സ്നേഹിതൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അതിനകത്തൊരു ധൈര്യമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടേറിയ യാത്രയിൽ യേശുവിൻ്റെ കൈ പിടിച്ചൊന്ന് നടക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ സാമീപ്യം ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഏകാന്തതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, വേർപിരിയലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് ധൈര്യത്തിൻ്റെ ഒരു വചനം കൈമാറുകയാണ്. ഡു നോട്ട് ബി അഫ്രൈഡ്. നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച് ശിഷ്യന്മാരോട് പറയുന്ന വാഗ്ദത്വവും അത് തന്നെയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഒരുപക്ഷെ അവൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് അദൃശ്യമാണെങ്കിലും അത് സത്യമാണ്. അത് നമ്മളോട് കൂടെ എപ്പോഴുമുണ്ട്. കർത്താവ് എപ്പോഴും നമ്മുടെ അരികിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് ഭയപ്പെടേണ്ട, യേശു കൂടെ ഉണ്ട്. വിശ്വാസത്തോടൊന്ന് പറഞ്ഞ്, യേശുവേ, അങ്ങ് എൻ്റെ കൂടെ ഉള്ളതിന് നന്ദി, എൻ്റെ കരം പിടിച്ച് എന്നെ നടത്തണമേ. ഈ വാക്കുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ, ധൈര്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.